പോപ്പുലർ ഫ്രണ്ടും SDPIയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതായത് SDPIയുമായി ബന്ധപ്പെട്ട ED റെയ്ഡ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായിട്ട് SDPIയുടെ ഓഫീസുകളിലാണ് ED റെയ്ഡ് നടത്തിയത്. ദേശീയ ഓഫീസ് അടക്കം അവർ റെയ്ഡ് നടത്തിയിരുന്നു. മലപ്പുറത്തെ പ്രധാനപ്പെട്ട SDPIയുടെ ഓഫീസുകൾ, കേരളത്തിലെ ഓഫീസുകൾ, അതുപോലെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ ഇവർക്ക് തന്ത്രപ്രധാനമായ ഓഫീസുകളുണ്ടോ അവിടെയെല്ലാം റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ കണ്ടെത്തിയത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ്. അതായത് PFI എന്ന് പറയുന്ന സംഘടന, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തീവ്രവാദ പ്രസ്ഥാനമാണെന്നും അത് രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യും, ആ ഫണ്ട് രാജ്യത്ത് ചെലവഴിക്കുകയും ഇവിടെ ഒരു സമാധാനം തകർക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു എന്നായിരുന്നു കേന്ദ്രത്തിലെ കണ്ടെത്തലുണ്ടായിരുന്നത്. അങ്ങനെയാണ് കേന്ദ്രം PFIയെ നിരോധിച്ചത്. ഇവർക്കെല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്റേണൽ ജിഹാദ്, അതായത് രാജ്യത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് ഇവിടെ ഒരു ജിഹാദ് സൃഷ്ടിക്കുക, ഒരു ഇസ്ലാമിക രാജ്യം കൊണ്ടുവരിക എന്നതാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. പക്ഷെ അതിനവർ കണ്ടെത്തിയത് ചില പുരോഗമനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തനം, ഈ സാമൂഹിക പ്രവർത്തനം, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കാനുണ്ട് എന്ന രീതിയിലുള്ള പ്രവർത്തനം പറയുക, നെക്സലൈറ്റ് വിഭാഗങ്ങൾ, ഇപ്പം നെക്സൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം നെക്സൽ വിഭാഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനോടൊന്നും അത്ര യോജിക്കുന്ന ആളുകളല്ല. പക്ഷെ ആ നെക്സൽ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരിക, അങ്ങനെ തങ്ങളൊരു സാമൂഹികമായിട്ടുള്ള പുരോഗമന സംഘടനയാണ് എന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കി പ്രവർത്തിക്കുകയായിരുന്നു. ഈ ഒരു രീതിയിലായിരുന്നു ഈ PFI ഇവിടെ പ്രവർത്തിച്ചത്. പക്ഷെ PFI ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു സംഘടനയാണ്. ആ സംഘടനയുടെ സോഴ്സുകൾ, അതായത് ഇൻകം സോഴ്സ് അന്വേഷിച്ച് പോയ സമയത്താണ് അന്ന് EDക്കും NIAക്കും വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അങ്ങനെ PFIയെ നിരോധിച്ചു. ഇപ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്ന പോലെ PFIയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. PFI ഒരു സംഘടനാപരമായി ഇവിടെ ജിഹാദ് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ PFI എന്താണോ തീരുമാനിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് PFI ചില തീരുമാനങ്ങൾ എടുത്തു. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നുഴഞ്ഞു കയറുക, ഒപ്പം ഡയറക്റ്റ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക. ആ രാഷ്ട്രീയ പാർട്ടിക്ക് ചില വളരെ പ്രധാനപ്പെട്ട ചില ഇമ്മ്യൂണിറ്റികളുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടിയെ അത്ര പെട്ടെന്നൊന്നും നിരോധിക്കാൻ ആർക്കും കഴിയില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു അധികാരത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. മാത്രമല്ല കോടതികളൊക്കെ വളരെ കൃത്യമായി ഇടപെടും. പക്ഷേ അന്ന് മുതൽ തന്നെ വളരെ കൃത്യമായി കേന്ദ്രം ചില നിരീക്ഷണങ്ങൾ SDPIയുടെ മേൽ നടത്തുകയും അങ്ങനെയാണ് ഇപ്പോൾ പറയുന്ന ഈ MK ഫൈസി എന്ന് പറയുന്ന ദേശീയ അധ്യക്ഷനെ ED അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്, അതായത് SDPIയിലൂടെ PFI ഫണ്ടുകൾ വെളുപ്പിച്ചു. ഫണ്ടുകൾ SDPIക്കകത്ത് കൊടുത്തുകൊണ്ട് ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം, എവിടെയൊക്കെ സ്ഥാനാർത്ഥികളാകണം, ആർക്കൊക്കെ പിന്തുണ കൊടുക്കണം, ഇതൊക്കെ SDPIയുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിരുന്നത് PFI ആണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ED പുറത്തുവിടുന്നത്. അതിനവർ ഈ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് വലിയ ഫണ്ടൊന്നും ഈ പറഞ്ഞതുപോലെ SDPIക്ക് കിട്ടുന്നില്ല. ഇവർ ഈ ഫണ്ട് കണ്ടെത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്, ഗൾഫ് അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ കണ്ടെത്തുന്നത്. പക്ഷെ അറബ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടെയുള്ള ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള പിരിവ് ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ആലോചിക്കും, അതായത് PFI നിരോധിക്കപ്പെട്ടല്ലോ, PFI നിരോധിക്കപ്പെട്ട ശേഷം എങ്ങനെയാണ് ഗൾഫ് നാടുകളിൽ നിന്ന് പിരിവ് നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ PFI നിരോധിക്കപ്പെട്ട ശേഷം മറ്റ് ചില സംഘടനകളുടെ പേരിൽ അവിടെ നിന്ന് പിരിവ് നടക്കുന്നുണ്ട്. ആ ചില സംഘടനകളുടെ പേരിൽ പിരിവ് നടത്തുകയും ആ ഫണ്ട് ഇവിടെ SDPIയുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും അതുവഴി ഇവിടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ, നിങ്ങളുടെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ ഒരു പ്രകടനം ഈ PFIയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിനുശേഷം അതിലൊരു കുഞ്ഞിനെ കൊണ്ടാണ് അവരത് വിളിപ്പിച്ചത്. അതിനുശേഷം ഈ PFI നിരോധിച്ചു. ആ ആളുകളെല്ലാം തന്നെ പിന്നീട് എങ്ങോട്ടേക്ക് പോയി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് പല ആളുകളും CPMൽ കയറിക്കൂടിയ ആളുകളുണ്ട്, കോൺഗ്രസിൽ കയറിക്കൂടിയ ആളുകളുണ്ട്. ഈ BJPക്കകത്ത് വരെ കയറി കൂടാനുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന PFIയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഇവർ ഭൂരിഭാഗം ആളുകളും ഇതിലേക്ക് കയറുകയും ഇപ്പോൾ ഈ വഖഫ് സംരക്ഷണ ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു പ്രകടനം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നിരുന്നു. അതിലും ഈ പറയുന്ന പോലെ വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ അറസ്റ്റിലായിട്ടുള്ള MK ഫൈസി എന്ന് പറയുന്ന SDPIയുടെ നേതാവ് പറഞ്ഞത്,
മുസ്ലിങ്ങൾ, അതായത് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഞങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വരും, നിങ്ങൾ ഭയപ്പെടണോ വേണ്ടയോ എന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പൊതുയോഗത്തിൽ ഈ MK ഫൈസി പ്രസംഗിച്ചത്. പക്ഷെ അതിനെതിരെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും തന്നെ ആ സമയത്ത് രംഗത്ത് വന്നില്ല. കേരളത്തിലെ പോലീസ് കേസെടുത്തില്ല. ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖം വെളിച്ചത്ത് വരാത്ത രീതിയിലുള്ള ചില കടലാസ സംഘടനകൾ ഇവർ ഉണ്ടാക്കുകയും ആ കടലാസ സംഘടനകൾ മുഖേന ഗൾഫിൽ നിന്ന് പണം സ്വരൂപിക്കുന്നു എന്നാണ് ED ഇപ്പോൾ പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും പണം കൈമാറ്റം നടത്തുന്നുണ്ട്. ഹവാല പണമിടപാട് നമുക്കറിയാമല്ലോ, കുഴൽപ്പണം എന്ന് വിളിക്കപ്പെടുന്ന ഹവാല പണമിടപാടുകളിലൂടെ ഗൾഫിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള പൈസ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ആ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് ആളുകളെ സംഘടിപ്പിക്കാനുള്ള പണം ഇത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം SDP സംസ്ഥാന നേതാക്കന്മാരിൽ ഹിന്ദു മുഖം ഉള്ള അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ചില ആളുകളുണ്ട്. SDP ഒരു മതനിരപേക്ഷ പാർട്ടിയാണ്, ഒരു മതത്തിൻ്റെ ബേസിലുള്ള പാർട്ടിയാണ് SDP എന്ന് തോന്നിപ്പിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ നേതൃതലത്തിലേക്ക് കൊണ്ടുവന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് SDP പേര് തന്നെ. അതിലൊരു മതത്തിൻ്റെ ഒരു എലമെൻ്റ് പോലും നമുക്ക് കാണാൻ കഴിയില്ല. സെക്കുലർ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് ഈ സെക്കുലറിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ സെക്കുലർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഈ ഒരു പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു നേതാക്കൾ, ഇപ്പം ഞാൻ പറയാം, അതായത് ഒരു ഇസ്ലാമികപരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയിലേക്ക് മറ്റു മതങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വരണമെങ്കിൽ താനെ ആളുകൾ കടന്നു വരില്ലല്ലോ. അപ്പോൾ അവർക്ക് പണം കൊടുത്തുകൊണ്ടാണ് അവരെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് ED പറയുന്നത്. അതായത് ആളുകളിൽ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊരു മതേതര പാർട്ടിയാണ് എന്നൊക്കെ വരുത്താൻ വേണ്ടി, പുരോഗമന പാർട്ടിയാണ് എന്ന് വരുത്താൻ വേണ്ടി ഇവരെ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്ന് ED കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ സമാനമായിട്ടുള്ള പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായിട്ടും കേന്ദ്ര ഇൻ്റലിജൻസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് SDPIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഘടന, അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ രൂപീകരിച്ചു. അവിടെയുള്ള ആളുകളിൽ പ്രചാരണം നടത്തി. കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും നമ്മൾ ഇടപെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, ന്യൂനപക്ഷങ്ങൾ വളരെയധികം ആക്രമിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ത്യയിലെ ഇപ്പോഴുള്ള ഒരു സർക്കാർ അല്ല വേണ്ടത്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2047 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2050 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇവിടെ SDPI ഇന്ത്യയുടെ ഭരണത്തിലേക്ക് എത്തും. അതിന് കൃത്യമായ ചില പ്ലാനുകൾ, പദ്ധതികൾ ഇതൊക്കെ ഇവർ ആവിഷ്കരിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം IFF എന്ന് പറയുന്ന പേരിൽ ഒരു സംഘടന ഇവർ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ഫോറം ISF എന്നീ പേരിലുള്ള ഒരു സംഘടന അവർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ IFF എന്ന് പറയുന്ന സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിലും അതുപോലെ തന്നെ ISF എന്ന് പറയുന്ന സംഘടന SDPIയുടെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ റമദാൻ കളക്ഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ഈ നോമ്പ് കാലമാണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ നോമ്പ് കാലത്ത് റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഒരു കളക്ഷൻ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ റമദാൻ കളക്ഷൻ അല്ല, മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള നോമ്പ് കാലങ്ങളിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ആളുകൾക്ക് എന്ന പേരിൽ ഒരു റമദാൻ കളക്ഷൻ അവിടെ നടന്നു. ആ റമദാൻ കളക്ഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി SDPIയുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറി എന്നാണ് ED കൃത്യമായിട്ട് പറയുന്നത്. ഈ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനമായിട്ടുള്ള കോഴിക്കോട് യൂണിറ്റി ഹൗസ്, അതായത് അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സമയത്ത് യൂണിറ്റി ഹൗസ് റെയ്ഡ് ചെയ്തിട്ടാണ് പല രഹസ്യമായുള്ള രേഖകളും നിർണായകമായിട്ടുള്ള തെളിവുകളും അന്ന് NIA കണ്ടെടുത്തത്. ആ കണ്ടെടുത്ത സമയത്ത് ബഹ്റൈനിലെ മനാമയിൽ നടന്ന സോണൽ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ISF പ്രസിഡന്റിൻ്റെയും യോഗത്തിൻ്റെ മിനിറ്റ്സ് അന്ന് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ED പറയുന്നുണ്ട്. ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ധനസമാഹരണ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യയുടെ സോണൽ യൂണിറ്റുകൾക്ക് ചാർജ് ഉണ്ട് എന്നും ഇത് എത്രയും പെട്ടെന്ന് ഈ സോണൽ യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് ഫണ്ട് സ്വരൂപിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈമാറണമെന്ന് ഇപ്പോൾ SDPIയുടെ ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലായിട്ടുള്ള MK ഫൈസി അന്ന് ആ യോഗത്തിൽ പറഞ്ഞതായിട്ടുള്ള മിനിറ്റ്സ് ED ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SDPIക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ചെലവുകളെ പറ്റിയുള്ള രേഖകളും കൂടുതൽ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ആളുകൾക്കിടയിൽ ഒരു വർഗീയ പ്രചാരണം നടത്തുക, ആ വർഗീയ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഫണ്ടുകൾ സംഘടിപ്പിക്കുക, ആ ഫണ്ടുകൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ചെലവഴിക്കുക, ആ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട നേതൃത്വം കേരളമാകുക. കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്,
അതുപോലെ തന്നെ അങ്ങനത്തെ ചില ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ മൊത്തം നടത്തിയത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, മറ്റ് പുറത്തുള്ള ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇവർ ഫണ്ട് സ്വരൂപിച്ചതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടെ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം നേരെ എൻ ഐ എയിലേക്കാണ് ഇനി പോവുക. എൻ ഐ ആണ് കാര്യങ്ങൾ ഏറ്റെടുക്കുക. ഇന്റർപോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ടുകളുടെ പ്രധാന ഉപഭോക്താക്കളായിട്ട് SDPIയെ ഇവർ അവരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് SDPI ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്രിമിനൽ ഗൂഢാലോചന നടത്തുക, ഇവിടെ പല ആളുകൾക്കെതിരെ ആക്രമണം നടത്തുക, ഇവിടെ ട്രെയിൻ അട്ടിമറിക്കുക തുടങ്ങിയ അങ്ങനെ പല പദ്ധതികളും പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത് SDPI ആണ് എന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ED പുറത്തുവിട്ടിട്ടുള്ളത്. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം ഇവരുടെ കൈകളിലേക്ക് എത്തിയെന്നും പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള മുഖമായി SDPIയെ ഉപയോഗിച്ചു എന്നുമാണ് ED പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി സോഴ്സ് ഇല്ലാത്ത അനധികൃതമായ പണം ധാരാളമായിട്ട് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും എത്തി അതുവഴി ഇവിടെ പരിശീലനം നേടപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായി എന്ന തരത്തിലുള്ള ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് NIA അടക്കമുള്ള ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടത്. കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇതിൽക്കാൾ കൂടുതൽ തീവ്രവാദപരമായി ഇവിടെ എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ കയ്യിലുണ്ട്. അത് പുറത്തുവിടാത്തത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും അപ്ഡേറ്റഡ് വാർത്ത എന്ന് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ SDPIയെ ഈ PFIയെ നിരോധിച്ചതുപോലെ തന്നെ കേന്ദ്രം വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് നിരോധിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കേന്ദ്രം കടന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്.